ഗോതമ്പ് പൊടി കൊണ്ട് നല്ല അസൽ ഇടിയപ്പം എളുപ്പത്തിൽ രാവിലെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പമാണ്. അപ്പോൾ ഗോതമ്പിൻ്റെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും ശരിയാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അസൽ ഇടിയപ്പം പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ വീറ്റ് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ഒരു കടായിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാകും. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി പോലെയല്ല, ഗോതമ്പ് പൊടിക്ക് ഉപ്പ് പെട്ടെന്ന് അധികമാവും. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ മതി. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയി കിട്ടും. ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും തന്നെ ഗോതമ്പ് പൊടി മൂത്ത ഒരു മണം വരും. അപ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അത് മൂത്തിട്ടുണ്ട്, നമുക്ക് ഓഫാക്കി കൊടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അതെടുത്ത് ഈ ഗോതമ്പ് പൊടിക്കകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനും ഒഴിക്കേണ്ട, പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാകും. ഇതിപ്പോൾ ഏകദേശം 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെയൊക്കെ മതിയാകും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആശീർവാദിൻ്റെ ആട്ടയാണ്. അപ്പോൾ 1 കപ്പ് ആട്ടയ്ക്ക് 1.25 കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1.5 കപ്പാണ് തിളപ്പിച്ചത്, അത് മുഴുവൻ എടുക്കുന്നില്ല. 1/4 കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പം കുറച്ചുകൂടെ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് 1.5 കപ്പ് എടുത്ത് തിളപ്പിക്കുന്നത്. പിന്നെ ഗോതമ്പ് പൊടി വറക്കാതെ എടുക്കരുത് കേട്ടോ. വറക്കാതെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പച്ച ചൊവയുണ്ടാവും. നമുക്കിതിലേക്ക് 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് വെക്കാം. അപ്പം അത് മതി, അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മളത് കുഴയ്ക്കാനൊന്നും നിൽക്കണ്ട. അതിൻ്റെ ആ ഒരു ഭയങ്കരമായ ആ ചൂടൊന്ന് കുറയുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് തണുത്തിട്ടൊന്നുമില്ല, നമുക്ക് കൈക്ക് പറ്റുന്ന ഒരു ചൂടാണ്. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവം പോലെ ആക്കിയെടുക്കണേ. ആ ഒരു കട്ടകളൊക്കെ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുഴച്ചിട്ട് തന്നെ അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുണ്ട്. നമ്മളത് ഞെക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളത് തുറന്ന് വെക്കേണ്ട, അടച്ച് തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി ഒന്ന് നമ്മൾ ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയല്ലേ, അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണേ. അടച്ചു വെക്കുന്ന ആ പോർഷനും ഒന്ന് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കണേ. അതായത് മാവ് തട്ടുന്ന ഭാഗമൊക്കെ ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇഡലിത്തട്ടാണ്, ഇഡലിത്തട്ടിലും ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് അങ്ങോട്ട് ഇളകി വരാനായിട്ട്, എന്തും പറ്റിപ്പിടിച്ച് പോവാതിരിക്കാനായിട്ട്. ഗോതമ്പ് പൊടിയല്ലേ, നമ്മുടെ മാവിന്ന് കുറച്ച് മാവ് എടുത്ത് നമുക്ക് നമ്മുടെ സേവനാഴിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മാവ് തുറന്ന് വെക്കണ്ട കേട്ടോ, അടച്ച് തന്നെ വെച്ചേക്കാം. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇടാൻ താല്പര്യമില്ലെങ്കിൽ തേങ്ങ ഇടണമെന്നില്ല, നടുക്ക് മാത്രം കുറച്ച് ഇട്ടിട്ടുണ്ട്. നമുക്കങ്ങ് തീച്ചി കൊടുക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ, വളരെ സ്മൂത്തായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും നമ്മൾ ഇതിങ്ങനെ കറക്കിയെടുക്കുന്ന സമയത്ത്. കണ്ട നല്ല സ്മൂത്തായിട്ട് ഒട്ടും പൊട്ടിപ്പോവാതെ തന്നെ നൂല് പോലെ തന്നെ വരുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് ഇടിയപ്പം അങ്ങ് തീച്ചി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഇടിയപ്പം വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇടിയപ്പം വെക്കുന്ന സമയത്ത് അടിയിലത്തെ തട്ടിൽ വെക്കേണ്ട, കാരണം താഴെ നിന്നുള്ള വെള്ളം തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ആവി നന്നായിട്ട് കയറി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം. പിന്നെ അടച്ചു വെക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആവി അങ്ങ് പുറത്തോട്ട് പോയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ആവി വെള്ളമൊക്കെ ഇടിയപ്പത്തിൻ്റെ മുകളിൽ വീണിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ഗോതമ്പുണ്ട പോലെ ആയി പോകും കേട്ടോ. അരിപ്പൊടി കൊണ്ടുള്ള ഇടിയപ്പമാണെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ ഗോതമ്പ് ഇടിയപ്പം ആകുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കങ്ങ് എടുക്കാം. തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിക്കുകയൊന്നുമില്ല. അത് കറക്റ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തിട്ട് അങ്ങ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഒരുപാടൊന്നും തണുത്തിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ നമുക്കതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് എടുക്കാം. അങ്ങനെ അതിൽ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ ആവി വെള്ളമൊക്കെ വീണ അടിഭാഗമൊക്കെ ചിലപ്പം ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആ ഒരു ചൂട് മാറുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇളക്കിങ്ങ് എടുത്തിട്ടാൽ മതി. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെ പതുപതാന്നിരിക്കുന്ന ഇടിയപ്പമാണ്. നമുക്കത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടക്കറിയാണ് കേട്ടോ കൂട്ടി കഴിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് കറി ആയാലും കുഴപ്പമില്ല കേട്ടോ, നാടൻ കറി ആയിരിക്കണമെന്നേ ഉള്ളൂ. അടിപൊളിയാണ് കേട്ടോ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ.
നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ തട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാം. തുളതുളയുള്ള തട്ടാണിത്. ഒറ്റ ലെയറിൽ തന്നെ അങ്ങ് ഉണ്ടാക്കുകയാണേ. അപ്പച്ചെമ്പിൽ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് ഒഴിച്ച് കൊടുക്കാം. അത് ആയി വരട്ടെ. അപ്പോൾ അത് 5 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ അതും ആയിട്ടുണ്ട്. നമുക്കത് തന്നെ എടുക്കാം. അത് നമ്മളത് തിരിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് തന്നെ അത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ തന്നെയാണ് ഇതുമായിട്ടുള്ളത്. പിന്നെ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് പഞ്ചസാര. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടി കഴിക്കാം. ഇനി നമുക്ക് വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയില ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ വാഴയിലയുടെ മണത്തോടു കൂടി ഈ ഇടിയപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇലയിൽ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ തട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡലിത്തട്ട് തന്നെ കമത്തി വെച്ച് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുമല്ലോ. പൊങ്ങിയിരിക്കുന്ന പോർഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഒരു തട്ട് പോലെ ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് കടലക്കറി കൂട്ടി കഴിക്കാം. കടലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമ്മൾ ഇലയിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അട ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവെടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. വെള്ളം തൊട്ട് പരത്തണ്ട കേട്ടോ. വെള്ളം തൊടാതെ ഒന്ന് പരത്തിയാൽ മതി. നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് പരത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അടയിലേക്ക് അങ്ങ് പരത്തി കൊടുക്കാം. തേങ്ങയിൽ ഉപ്പിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അട ഇടിയപ്പത്തിന്. നമുക്ക് ഇടിയപ്പം അങ്ങ് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം. കുറച്ച് ഹൈറ്റിൽ അങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഒരു കപ്പ് പൊടി കൊണ്ടല്ല കേട്ടോ. ഞാൻ രണ്ടാമത് 1 കപ്പ് പൊടിയും കൂടെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതാണ്. പലതരത്തിലുള്ളത് കാണിക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് 10 മിനിറ്റ് തന്നെ വേണ്ടി വരും കേട്ടോ. കാരണം വെച്ചാൽ അടയും വേവാനുണ്ട്. തിക്കായിട്ട് തന്നെയല്ലേ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയത്. ആ ഗ്യാപ്പ് ഇടാൻ മറന്നുപോയില്ലേ. ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പല പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ അതേപോലെ ഞാൻ വെക്കാൻ മറന്നുപോയതായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് ആയിട്ടുണ്ടാവുക. അതിൻ്റെ ആ നൂലൊന്നും വേറെ ആയിട്ട് കിട്ടില്ല. എല്ലാം കൂടെ പറ്റി പിടിച്ചു. നമുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നുകയും ചെയ്യും. കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്നാലും നമുക്ക് ആ ഇടിയപ്പം എന്ന് പറയുമ്പോൾ ഇടിയപ്പത്തിൻ്റെ ഒരു പെർഫെക്ഷൻ വേണ്ടേ, അത് കിട്ടില്ല. 11 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഒന്ന് തിരിച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് പൊളിഞ്ഞ് വരും. അതിങ്ങനെ നമുക്കിങ്ങനെ പൊക്കി ഇങ്ങനെ അട ഇങ്ങനെ വേറെ ആയിട്ട് എടുക്കാം. പക്ഷേ നല്ല നൂല് പോലത്തെ ഇടിയപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ വേറെ ഇട്ട് കിട്ടുന്നുണ്ട്. മാവ് കയ്യിലൊട്ടുന്ന പരുവത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊരു ടൈറ്റായിട്ട് തന്നെ ആയിരിക്കണം മാവ് ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മളിത് ഇതുപോലെ ഈ അട ഇടിയപ്പം കഴിക്കുന്നത് അടയടക്കം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് കഴിക്കുക. തേങ്ങയിൽ പഞ്ചസാരയാണ് ഇട്ടതെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. വേറെ ഒന്നും നമുക്ക് ഇതിന് വേണ്ട കൂട്ടി കഴിക്കാനായിട്ട്. വേണമെങ്കിൽ പഞ്ചസാര ഇച്ചിരി ഇതിൻ്റെ മുകളിലിട്ട് ഇടിയപ്പത്തിൻ്റെ മുകളിലോട്ട് വെതറിയിട്ട് കഴിക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ലെയേർഡ് ഇടിയപ്പമാണ് കേട്ടോ. അത് ഇലയിലോട്ട് തന്നെ ഒരു ലെയർ ഇടിയപ്പം ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ, ഉപ്പിട്ട തേങ്ങയാണെങ്കിൽ നല്ലത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ലെയേർഡ് ഇടിയപ്പം തന്നെ നമുക്ക് ഇഡലിത്തട്ടിലും വെക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ സമയം ഒരു 10 മിനിറ്റൊക്കെ തന്നെ വെക്കേണ്ടി വരുന്നേ ഉള്ളൂ. അത് ഞാൻ കാണിക്കുന്നില്ല. ഇനി അതുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തിയിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കും. അങ്ങനെ തിരിച്ചും മറിച്ചും പലതരത്തിലുള്ള ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തട്ടായിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അത് നമുക്കെടുക്കാം. അത് നമുക്ക് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് തിരിച്ചിട്ടെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചെടുക്കും. അത് കണ്ടത് നമ്മളിങ്ങനെ പൊളിക്കുമ്പോഴത്തേക്കും 2 ലെയറായിട്ട് തന്നെ അങ്ങ് പൊളിഞ്ഞു വരും. ഒരുപാട് തിക്നെസ്സോട് കൂടിയിട്ട് വെക്കേണ്ട, ചെറിയൊരു തിക്നെസ്സോട് കൂടി മാത്രം വെച്ചിരുന്നാൽ മതി. കാരണം ഒരുപാട് തിക്നെസ് ആകുമ്പോൾ വേവാനുള്ള ഒരു ഇത് കിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 2 ലെയറായിട്ടുള്ള ഇടിയപ്പം. ഇതൊക്കെയായിരുന്നു നമ്മുടെ വീറ്റ് ഇടിയപ്പം പലതരത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആർക്കെങ്കിലും വീറ്റ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിരിക്കുമല്ലോ. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. Bye.